ആവേശങ്ങളൊന്നും ഉണ്ടാകത്തില്ല എൻ്റെ പ്രസംഗങ്ങളിൽ. രോഗശാന്തി ഉണ്ടാകത്തില്ല. ഒരത്ഭുതവും നിങ്ങൾ കാണാനും പോകുന്നില്ല. കാരണം നമുക്ക് ചുറ്റും നിത്യം നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതം കാണാത്തവർക്ക് എങ്ങനെയാണ് രോഗം മാറിക്കഴിഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു സംഭവം പറഞ്ഞുകൊണ്ട്, എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഞങ്ങൾ ഡീക്കന്മാരായിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഒരു 6 മാസക്കാലം പഠിക്കാനായിട്ട് പറ്റി. പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടി നടന്ന് പഠിക്കുകയായിരുന്നു തിയോളജി. അപ്പോൾ ഡീക്കന്മാരായിരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ധർമാരാമിൽ പഠിക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഇടവക ഉണ്ട്, സെൻറ്റ് തോമസ് ചർച്ച് എന്ന് പറഞ്ഞ്. അതിലെ ഒരു വാർഡിൻ്റെ കൂട്ടായ്മ എന്നോട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിവ് പോലെ പല കൂട്ടായ്മകൾക്കും പോകുമ്പോൾ അതുപോലെ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ കൂട്ടായ്മയ്ക്ക് പോയി. ഒരു വീട്ടിൽ ചെന്ന് കയറി. 2ാം നിലയുടെ മുകളിലുള്ള വീട്, മനോഹരമായ വീട്. താഴത്തെ നില, അതിൻ്റെ മുകളിലത്തെ നിലയും അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രാർത്ഥനയൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തി. അത്യാവശ്യം വേണ്ട ആളുകളെ സന്തോഷിപ്പിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ടല്ലോ. കർത്താവേ ഈശോ, ഈ കുടുംബത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തിൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രാർത്ഥനകളുണ്ട്. ഒരു സുഖിപ്പിക്കൽ പ്രാർത്ഥന എന്ന് പറയുന്നതിന്. കാരണം അത് കേൾക്കുന്ന അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം, അച്ചായന് ഭയങ്കര സന്തോഷം. ചെമ്മാച്ചൻ വന്ന് നമ്മളെ പ്രത്യേകം എടുത്ത് കർത്താവിൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നൊരു സുഖം, ഒരു സന്തോഷം. ചെല്ലി എനിക്ക് സന്തോഷം, ഇവർക്ക് സംതൃപ്തിയായി. പുള്ളിക്കാരന് സംതൃപ്തിയായെന്നുള്ള കാര്യം സംശയം ആർക്കാ? കർത്താവ് വിശ്വസിച്ചേക്കേ. ബാക്കിയൊക്കെ കൊള്ളായിരുന്നു, നല്ല അടിപൊളി ഡയലോഗുകളും വാചകങ്ങളും ഒക്കെ തകർത്തു. പക്ഷേ അവിടെ ഇത് കേൾക്കാനൊരു അമ്മയുണ്ടായിരുന്നില്ല. ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പം അച്ചായൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അച്ചായൻ പറഞ്ഞ ഒരു 50 വയസ്സ് കാണുമായിരിക്കും. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അകത്തെൻ്റെ വൈഫ് കിടപ്പുണ്ട്, ബ്രദർ വന്നൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അകത്ത് ഇവിടെ ഇത്രയും കാര്യങ്ങളായിട്ടെല്ലാം നടന്നിട്ട് ഈ ചേച്ചി എന്നോട് അകത്ത് എന്ന് ഞാൻ ചിന്തിച്ചു. അകത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. മനോഹരമായൊരു മുറി, കട്ടിലിൽ അസ്ഥികൂടം പോലെ ഒരു സ്ത്രീ കിടക്കുന്നു. നല്ല മനോഹരമായ തുണിയും വെള്ള തുണികളൊക്കെ പൊതച്ച് കണ്ണ് തുറന്ന് തന്നെ കിടക്കുന്നു. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, എടി ഈ മനസ്സിലായോ, പുതിയതായിട്ട് വന്ന ബ്രദറാണിത്, ഈ ബ്രദറിൻ്റെ പേര് ജോജോ എന്നാണ്, എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതൊന്നും ഒരു റെസ്പോൺസും ഇല്ല, പുറകോട്ട് ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയുന്നില്ല. അപ്പോഴത്തേക്കിന് എന്നോട് ഈ ചേട്ടൻ പറയാണ്, ബ്രദറെ സംശയിക്കണ്ട, അവൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ ഞാൻ ഈ പറയുന്ന എല്ലാം അവൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വണ്ടടിച്ച് നിൽക്കിയത് എന്താ സംഭവം, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളി ഇവരുടെ കല്യാണത്തിൻ്റെ പഴയ ഫോട്ടോകളുടെ ആൽബം എടുത്ത് കാണിച്ചു. വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. ഈ സ്ത്രീ എങ്ങനെ ഇങ്ങനെയായി എന്ന് ഞാൻ അച്ചായനോട് ചോദിച്ചു. അന്നേരം അച്ചായൻ പറഞ്ഞു, യൂട്രസിനൊരു ഓപ്പറേഷന് കൊണ്ടുപോയതാണ് 2ാമത്തെ കൊച്ചുണ്ടായതിന് ശേഷം. അപ്പോൾ അന്ന് അനസ്തേഷ്യ കൊടുക്കുക എന്തോ ചെയ്ത്, നട്ടലിൽ എന്താണ്ട് കൊടുത്തിൽ പറ്റിയ പിഴവാണ് ആശുപത്രിക്കാർക്ക്. കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നുപോയി. ഇപ്പോൾ ഏകദേശം 20 വർഷത്തോളം ആകുന്നു എന്ന് പറയും. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. എനിക്കത് അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് അത്ഭുതം ഈ കിടക്കുന്ന രോഗിയോ ഒന്നും അല്ലെന്നില്ല, ആ ചേട്ടനായിരുന്നു എനിക്ക് അത്ഭുതം. 20 വർഷമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഈ ശുശ്രൂഷ നടത്തുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ട സർവ്വ ശുശ്രൂഷയും ചെയ്തു കൊടുക്കുകയാണ്. സർവ്വ കാര്യങ്ങളും ഇയാളാണ് ചെയ്യുന്നത്. അവിടെ ഒരു ഹോം നേഴ്സിനെ പോലെ ഒരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ സർവ്വതും ഒരു സ്ഥലത്ത് ഈ പുള്ളി പോകത്തില്ല. ഫുൾ ടൈം തൻ്റെ ഭാര്യയുടെ കൂടെയാണ്. അവൾക്ക് വേണ്ട ഒരു പക്ഷേ അത്ര പരിചരണം കിട്ടുന്നതുകൊണ്ടാവണം ആ സ്ത്രീ ഇത്രയും വർഷമായിട്ടും ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതാണ് അത്ഭുതം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം. ഈ ശുശ്രൂഷിക്കാൻ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ അത്ഭുതമെന്ന് പറയേണ്ടത്. ഈ അത്ഭുതം കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത് നിങ്ങളുടെയും എൻ്റെയും ഇടയിൽ നടക്കുന്നതാണ് നിരന്തരം. ഒരു കൈത്താങ്ങാകുമ്പോൾ, ഒരു രോഗിയായ ഒരാളുടെ കൂടെ അല്പനേരം പോയി ഇരിക്കുമ്പോൾ ഇതാണ് അത്ഭുതം. അവിടെ കിടന്ന് ഒച്ച വെച്ച് ഇവന്റെ രോഗം മാറ്റുന്നതല്ല. അങ്ങനെ രോഗം മാറി എത്ര പേര് സുഖപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ദേവാലയങ്ങളിലേക്ക് ഓടിയെത്തുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളും ലക്ഷ്യവും വെച്ചാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ കുടുംബം പച്ച പിടിക്കണം, എൻ്റെ സാമ്പത്തിക പരാജയങ്ങൾ മുഴുവൻ മാറണം, എനിക്ക് നല്ല ജോലി കിട്ടണം, എൻ്റെ മകനും മകളും ഒക്കെ നല്ല നിലയിലെത്തണം, മകൻ്റെ കല്യാണം പെട്ടെന്ന് നടക്കണം, മകളുടെ കല്യാണം ബലിയിടണം എന്ന് വെച്ചാൽ പള്ളിയിലേക്ക് വരുന്ന ചില പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ പോകുന്ന പോലെയാണ്. കുറേ ലിസ്റ്റുകളുമായിട്ട് ഇങ്ങോട്ട് വരികയാണ്. കണ്ണുപൂട്ടി നിന്ന് പ്രാർത്ഥന, കർത്താവേ യേശു എൻ്റെ രോഗങ്ങൾ മാറ്റണമേ, കർത്താവേ യേശു സാമ്പത്തികമായ പരാജയം നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ. ഇങ്ങനെ വാതോരാതെ ചെറപറ 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 എന്ന് സംസാരിച്ചിട്ട് തമ്പുരാൻ പറയുന്നത് കേൾക്കാൻ സമയമില്ല. അത് കഴിഞ്ഞ് ഇറങ്ങി അങ്ങ് പോവുക. ഇടയ്ക്ക് തമ്പുരാന് സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി, കർത്താവ് യേശു നന്ദി, യേശു സ്തോത്രം, ഞാൻ പോകട്ടെ, സമയം പോയി. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്.